കെഎസ്ആർടിസിയിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 16 ലക്ഷത്തിന്റെ വർധനവ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസിയിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 16 ലക്ഷത്തിന്റെ വർധനവുണ്ടെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കൂടാതെ ജീവനക്കാർക്കായുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ പ്രവർത്തന ലാഭത്തിൽ കെഎസ്ആർടിസി ഏറെ മുന്നിലാണെന്നും 7 കോടി രൂപ ചെലവിൽ പത്തനാപുരം സെന്റ് മേരീസ് റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ 70ാം റിപ്പബ്ലിക് ദിന പരേഡിൽ കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി കേരളം. രാജ്യത്തിന് മാതൃകയായ കേരളത്തിന്റെ നേട്ടങ്ങളായ കൊച്ചി വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും അടങ്ങുന്ന നിശ്ചല ദൃശ്യമാണ് കർത്തവ്യപഥിൽ നടന്ന പരേഡിൽ കേരളം അവതരിപ്പിച്ചത്. ആത്മനിർഭർ കേരള ഫോർ ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിലൂന്നിയാണ് കേരളത്തിന്റെ അവതരണം. 17 സംസ്ഥാനങ്ങളാണ് ഈ വർഷം ടാബ്ലോ അവതരിപ്പിച്ചത്. ഉത്തരാഖണ്ഡിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദ്രിനാഥ്, കേദാർനാഥ് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രമേയം പുറപ്പെടുവിച്ചത്. ദേവഭൂമിയുടെ മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് കമ്മിറ്റി വിശദീകരിച്ചു. കോട്ടയത്ത് ഭാര്യയെ കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി. കോട്ടയം പാമ്പാടി ഇല്ലിവളവ് മാടവന വീട്ടിൽ സുധാകരനാണ് ഭാര്യയായ ബിന്ദുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. കുടുംബകലഹമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഭർത്താവ് സുധാകരൻ പാറമട തൊഴിലാളിയാണ്. കോട്ടയം നാഗപടത്ത് സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയാണ് ബിന്ദു. പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്ക്കെതിരെ കടുത്ത ആക്രമണവുമായി എഐഎഡിഎംകെ രംഗത്ത്. എഐഎഡിഎംകെ ബിജെപിയുടെ അടിമയാണെന്നും അഴിമതി നിറഞ്ഞതാണെന്നുമുള്ള വിജയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായാണ് പാർട്ടി നേതൃത്വം രംഗത്തെത്തിയത്. വിജയെ ബ്ലാക്ക് ടിക്കറ്റ് വിജയ് എന്ന് വിശേഷിപ്പിച്ച എഐഎഡിഎംകെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം അഴിമതി നിറഞ്ഞതാണെന്നും ആരോപിച്ചു. വിജയ് സിനിമാ ടിക്കറ്റുകൾ കരിഞ്ചന്തയിൽ വിറ്റ് അനധികൃതമായി പണം സമ്പാദിച്ച അഴിമതിക്കാരനാണെന്നും എഐഎഡിഎംകെ പരിഹസിച്ചു. രാജസ്ഥാനിൽ നിന്നും വൻ സ്ഫോടന വസ്തുക്കളുടെ ശേഖരം കണ്ടെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി രാജ്യം ഒരുങ്ങുന്നതിനിടെയാണ് സംഭവം. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഉഗ്രശക്തിയുള്ള സ്ഫോടന വസ്തുക്കൾ കണ്ടെടുത്തത്. 187 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 9550 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ആണ് പിടിച്ചെടുത്തത്. ഇന്തോനേഷ്യയിലെ പശ്ചിമ ജാവ പ്രവിശ്യയിലുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. കാണാതായ 73 പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ദുരിത നിവാരണ ഏജൻസി അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ ബന്തുങ് ഭാരത് മേഖലയിലെ ജനവാസ കേന്ദ്രത്തിലാണ് ദുരന്തമുണ്ടായത്. കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ 30ലധികം വീടുകൾ മണ്ണിനടിയിലായി. അമേരിക്കയിൽ വീശിയടിച്ച ഫേൺ ശൈത്യ കൊടുങ്കാറ്റിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അതിശൈത്യത്തെ തുടർന്ന് ഇതുവരെ 7 മരണം റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 10 ലക്ഷത്തോളം ആളുകളെ കൊടുങ്കാറ്റ് നേരിട്ട് ബാധിച്ചതായാണ് വിവരം. കനത്ത കാറ്റിലും മഞ്ഞുവീഴ്ചയിലും വൈദ്യുത ലൈനുകൾ തകർന്നതോടെ 8 ലക്ഷത്തിലധികം വീടുകൾ ഇരുട്ടിലായി. യാത്രാ മേഖലയെയും ശീതക്കാറ്റ് സാരമായി ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് രാജ്യത്തുടനീളം 11,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ഫിലിപ്പീൻസിന്റെ തെക്കൻ തീരത്ത് 350-ലധികം യാത്രക്കാരുമായി സഞ്ചരിച്ച കപ്പൽ മുങ്ങി 18 മരണം. MV തൃഷ കെർസ്റ്റൻ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിലുണ്ടായിരുന്ന 317 പേരെ രക്ഷപ്പെടുത്തിയതായും 24 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് യൂറോപ്യൻ യൂണിയന്റെ കടുത്ത അന്വേഷണത്തിലേക്ക്. എക്സിലെ ഗ്രോക്ക് എന്ന AI ചാറ്റ് ബോട്ട് വഴി കുട്ടികളുടേതടക്കമുള്ള അശ്ലീല ചിത്രങ്ങളും ഡീപ് ഫേക്ക് ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുവെന്ന പരാതിയിലാണ് നടപടി. ഡിജിറ്റൽ സർവീസ് ആക്ട് പ്രകാരമുള്ള കർശന നിയമങ്ങൾ എക്സ് ലംഘിച്ചോ എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പരിശോധിക്കുന്നത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.